കൊല്ലം തെന്മലയിൽ മനുഷ്യന്റെ അസ്ഥികൂട അവശിഷ്ടങ്ങൾ കണ്ടെത്തി. തെന്മല ഡാം ജംഗ്ഷനിലെ ഉന്നതിയോട് ചേർന്ന വനത്തിലാണ് അസ്ഥികൂട അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. വിറക് ശേഖരിക്കാൻ പോയ സ്ത്രീകളാണ് അസ്ഥികൂടവും സമീപത്തായി വസ്ത്രവും ചെരുപ്പും മരത്തിൽ ദ്രവിച്ച കയറും കണ്ടെത്തിയത്. ഡ്രസ്സും ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. വിറവെന്ന് വന്നപ്പോൾ ഇത് കിടന്ന് ഞങ്ങൾ പിന്നെ പേടിച്ച് ഇവിടെ എങ്ങും തിരക്കാതെ നിൽക്കാതെ ഞങ്ങൾ ഉടനെ വിറവും വാരിക്കൊണ്ട് 3 പെണ്ണുങ്ങൾ ഉണ്ട്. അത് പോയി. ആരാന്ന് വെച്ചാൽ ഈ ഒറ്റക്കയെന്ന് പറയും ചെവിയനുണ്ട്. അങ്ങാര് തന്നെ ഡ്രസ്സ് കണ്ടപ്പോൾ അങ്ങാര് ഇടുന്ന ഡ്രസ്സ് തന്നെ ഞങ്ങളുടെ കൂടെ തൊഴിലുറപ്പിന് പണിക്ക് വരുന്നതാണ് സ്ഥിരമായിട്ട്. അങ്ങാരുടെ ഡ്രസ്സ് തന്നെ, ചെരുപ്പും അത് തന്നെ, എല്ലാം അത് തന്നെ. ലിജോ റോളൻസ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ലിജോ, ഒരാളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഈ പ്രതികരണം തന്ന സ്ത്രീ, അവരുടെ കൂടെ ജോലിയിലുണ്ടായിരുന്ന ഒരാളെ, ഒറ്റക്കൈയുള്ള ഒരാളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അയാളാണ് എന്ന കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണങ്ങളുണ്ടോ? ഇയാളെ കാണാതായിട്ടുള്ള പരാതികളുണ്ടോ? പോലീസ് എന്താണ് പറയുന്നത് ഈ സംഭവത്തെക്കുറിച്ച്? വിനിഷ, 2024 ജൂലൈയിലാണ് ഈ ഇപ്പോൾ സംസാരിച്ച സ്ത്രീ പറയുന്ന ആളെ ആ സമീപത്ത് നിന്നും കാണാതായത്. അപ്പോൾ പോലീസ് അത് പ്രകാരമുള്ള ഒരു അന്വേഷണം കൂടെ നടത്തുകയും ചെയ്യുന്നുണ്ട്. അത് സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായ ഫോറൻസിക് പരിശോധന ഫലങ്ങളൊക്കെ ഇനി ലഭിക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് ചില സ്ത്രീകൾ ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ വിറക് പറക്കുന്നതിനും മറ്റുമൊക്കെ ആയിട്ട് ആ പ്രദേശത്തേക്ക് പോയത്. ആ സമയത്താണ് അത്തരത്തിലൊരാളുടെ ആദ്യം അവർ കണ്ടെത്തുന്നത് ഒരു തലയോട്ടി കിടക്കുന്നതാണ്. അവർ അവിടെ ആപ്പിൽ നിന്നും പേടിച്ചോടുകയും തുടർന്ന് പോലീസിനെയും ആ നാട്ടുകാരെ വിവരം അറിയിച്ചു. നാട്ടുകാരാണ് തെന്മല പോലീസിൽ ഇക്കാര്യം അറിയിച്ചത്. പോലീസ് സംഘം അവിടേക്ക് എത്തുകയും പരിശോധന നടത്തി. അപ്പോൾ മറ്റ് അസ്ഥികൂട അവശിഷ്ടങ്ങളും ആ ഭാഗത്ത് നിന്ന് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു. ഒപ്പം തന്നെ വസ്ത്രത്തിന്റെ ഭാഗങ്ങളും സമീപത്തുള്ള ഒരു മരത്തിൽ ഒരു ദ്രവിച്ച കയറും ഇത്തരത്തിൽ കണ്ടെത്തി. തുടർന്ന് ഫോറൻസിക് സംഘത്തെ വിവരം അറിയിച്ചു. ഫോറൻസിക് സംഘം അവിടെ എത്തി പരിശോധന നടത്തിയപ്പോൾ അതൊരു പുരുഷന്റെ അസ്ഥികൂടം തന്നെയാണ് എന്നുള്ളൊരു കാര്യത്തിൽ സ്ഥിരീകരണം വരുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഇനി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായ പരിശോധനകൾ, വിശദമായ റിപ്പോർട്ടുകളൊക്കെ വരേണ്ടിയിരിക്കുന്നുണ്ട്. പോലീസിന്റെയും സംശയം അന്ന് കാണാതായാളെ കേന്ദ്രീകരിച്ച് തന്നെയാണ്. എന്തായാലും വിശദമായ ആ ഭാഗത്തു നിന്നും തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിച്ചു. അസ്ഥികൂടാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് ആ സ്ഥലത്ത് നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി ബന്ധുക്കളും മറ്റും ആളുകളൊക്കെയായി ഒന്ന് അത് കാണിച്ചതിന് ശേഷം അത് തിരിച്ചറിയാൻ കഴിയുമോ എന്ന് ശ്രമിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ആരാണ് മരിച്ചത്, എങ്ങനെയാണ് മരിച്ചതെന്നുള്ളത് തുടർന്ന് പോലീസിന് കണ്ടെത്തേണ്ടി വരികയും ചെയ്യും. വിനീഷ്. ശരി ലിജോ.